ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റൈലിംഗ് ആണ്. സോ എങ്ങനെ നമുക്ക് പ്രോജക്റ്റിനകത്ത് ഒരു ഡൈനാമിക് സ്റ്റൈലിംഗ് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഈ പ്രോജക്റ്റിനകത്ത് ഇൻഡെക്സ് ഡോട്ട് സി എസ് എസ് ഫയലിനകത്ത് ഞാൻ കുറച്ച് സി എസ് എസ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫയൽ ഞാൻ ഷെയർ ചെയ്യാം. അത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്ത് ഇടാന്നുള്ളതാണ്. സോ ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റൈലിംഗ് ആയിരിക്കും വരുന്നത്. വലിയ ഇതൊരു പ്രോപ്പർ അല്ല, ബട്ട് സ്റ്റിൽ പക്ഷെ കുഴപ്പമില്ലാതെ നമുക്ക് ഫോർ സാമ്പിളിന് വേണ്ടി. ഓക്കെ, അപ്പോൾ സി എസ് എസ് സ്റ്റൈലിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്കിനി കൊണ്ടുവരേണ്ടത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ബട്ടനാണ് ക്ലിക്ക് ചെയ്തത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റത്തില്ല. അതായത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. സോ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സി എസ് എസ് സ്റ്റൈലിൽ കൊണ്ടുവരും. അപ്പൊ അതിനായിട്ട് നമ്മൾ ബട്ടൺ എന്ന് പറയുന്നത് ടാബ് ബട്ടൺ ഡോട്ട് ജെ എസിനകത്താണ്. ഇവിടെ ആക്ച്വലി നമ്മൾ സ്റ്റൈലിന് പകരം നമ്മൾ ഇവിടെ ക്ലാസ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ സാധാരണ നമ്മൾ HTML-നകത്ത് ക്ലാസ് ആയിരിക്കും, ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ റിയാക്ടിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്ലാസ് നെയിം ആയിരിക്കും ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇപ്പൊ ഇൻഡെക്സ് ഡോട്ട് സി എസ് എസിനകത്തോട്ട് പോയാല് ഇതിനകത്ത് ബട്ടന്റെ ഒരു ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ക്ലാസ്. സോ ഈ ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ അവിടെ ആഡ് ചെയ്യണം. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ ഐഡിയ ആണ്. അതില് മെനു ടാഗ്, അത് കഴിഞ്ഞിട്ട് ബട്ടൺ ടാഗ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും, എലിമെന്റ് ID എക്സാമ്പിൾസ് മെനു എന്ന് പറഞ്ഞ ടാഗ്. മെനുവിന്റെ അകത്താണ് ഈ ബട്ടൺ വരുന്നത്. അതായത് ഹെഡറിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. സോ ID എക്സാമ്പിൾസ്, അതിന് തൊട്ടാഴ് മെനു, അതിന്റെ ടാബ് ബട്ടൺ. ടാബ് ബട്ടൺ കോമ്പോണന്റിനകത്താണ് നമ്മുടെ ബട്ടൺ ഇരിക്കുന്നത്. അപ്പൊ ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞ ക്ലാസ് ആയിരുന്നു കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കിയാല് എല്ലാ ബട്ടനും ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. കാരണം ഇത് ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ഏത് ബട്ടനാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. സോ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടണം. സോ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ കണ്ടീഷൻ എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇവിടെ പാരാമീറ്റർ ഓൺ സെലക്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഈസ് സെലക്ടഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുക്കും. അപ്പൊ ഈ സെലക്ടഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് ആണ്. അതായത് ബൂളിയൻ വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഇത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ഒരു ഡൈനാമിക് വാല്യൂ ആണ് കൊടുക്കാൻ പോകുന്നത്. അവിടെ ഈ സെലക്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇപ്പൊ ഈ സെലക്ടഡ് ട്രൂ ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ട്രൂ ആണെങ്കിൽ നമ്മൾ ഡബിൾ ഈക്വൽ ടു ട്രൂ, നമ്മളിവിടെ ഡബിൾ ഈക്വൽ ടു ട്രൂ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി. കാരണം ഈ സെലക്ടഡ് എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ ട്രൂ ആയിരിക്കും. ഇപ്പൊ ഫാൾസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ സെലക്ടഡിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ഈ സെലക്ടഡ് ട്രൂ ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ആക്റ്റീവ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ എം ടി എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ എം ടി ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഈ സെലക്ടഡ് ട്രൂ ആകുമ്പോൾ ക്ലാസ് ആക്റ്റീവ് ആയിരിക്കണം. ഇനി ഈ സെലക്ടഡ് നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാമെന്നാവും. അതായത് നമ്മുടെ ഈ ടാബ് ബട്ടൺ JS എവിടെയാണോ വിളിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ ആട്രിബ്യൂട്ട് കൊണ്ടുവരണം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഈ സെലക്ടഡ് എന്ന് പറയുന്നത് കസ്റ്റം ആട്രിബ്യൂട്ട് ആണ്. ഈ സെലക്ടഡ് ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കണം ഇവിടെ. ഇതിന്റെ കീ നെയിം സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ സെലക്ടഡിന്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത കോമ്പോണന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് കണ്ടന്റ് ഡബിൾ ഈക്വൽ ടു കോമ്പോണൻസ്. ഓക്കെ,
അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് കണ്ടന്റ് ഡബിൾ ഈക്വൽ ടു കോമ്പോണൻസ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ ട്രൂ ആയിരിക്കും. സോ കാരണം ഈ സെലക്ടറിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ബൂളിയൻ വാല്യൂ ആണ്. സോ ഇവിടെ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാത്തിലും ഇങ്ങനെ കൊടുത്ത് ഇവിടെ JSX ഇവിടെ പ്രോപ്സ് ഇവിടെ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഫസ്റ്റ് ഡീഫോൾട്ട് ഇവിടെ കോമ്പോണൻസ് എന്നാണ് വന്നിരിക്കുന്നത്. ഡിഫോൾട്ട് കോമ്പോണൻസ്. ഇനി ഞാൻ JXX ക്ലിക്ക് ചെയ്താൽ JSX ബട്ടൺ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ്സ് ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്രോപ്സ് ക്ലിക്ക് ചെയ്താൽ പ്രോപ്സ് ആയിരിക്കും വരുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റൈലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് കണ്ടീഷണൽ സ്റ്റൈലിംഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡൈനാമിക് സ്റ്റൈലിംഗ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്. സോ ഇവിടെ ഈ സെലക്ടഡ് എന്ന് പറയുന്നത് ബൂളിയൻ വാല്യൂ ആണ്. സോ ഈ ബൂളിയൻ വാല്യൂ ട്രൂ ആണെങ്കിൽ ക്ലാസ് ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എം ടി ആയിട്ടായിരിക്കും കൊടുക്കണം. സോ ഈ സെലക്ടറിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ്, അതായത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് കണ്ടന്റ് കോമ്പോണൻസ് ആണ്. ഇപ്പൊ കോമ്പോണൻസിന്റെ ബട്ടണിൽ ആണെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് കണ്ടന്റ് ഡബിൾ ഈക്വൽ ടു കോമ്പോണൻസ് ആണെങ്കിൽ അതിവിടെ ട്രൂ ആയിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഫാൾസ് ആകും. ബാക്കി എല്ലാത്തിലും ഫാൾസ് ആവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് സ്റ്റൈലിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും.